സാധാരണയായി നമ്മളെല്ലാവരും രക്തപരിശോധന നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ESR എന്ന വാക്ക് മിക്കവർക്കും സുപരിചിതമാണ്. എന്നാൽ എന്താണ് ESR എന്ന് അധികമാർക്കും അറിയില്ല. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്നാണ് ESRന്റെ പൂർണ്ണരൂപം. പേഷ്യന്റിന്റെ ബ്ലഡ് ശേഖരിച്ച് അതിൽ ആന്റികോയാഗുലൻ മിക്സ് ചെയ്ത് വെസ്റ്റഗ്രൻ പിപ്പറ്റിൽ ഒരു നിശ്ചിത അളവിൽ ബ്ലഡ് എടുത്ത് 1 മണിക്കൂർ കൊണ്ട് എത്ര ചുവന്ന രക്താണുക്കൾ അടിയുന്നു എന്നാണ് ESR എന്ന ബ്ലഡ് ടെസ്റ്റിലൂടെ നോക്കുന്നത്. പല ലാബുകളിലും ഇപ്പോൾ ഈ ടെസ്റ്റ് ഓട്ടോമാറ്റിക് മെഷീനുകളുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ESRന്റെ നോർമൽ റേഞ്ച് പുരുഷന്മാരിൽ 10-ൽ താഴെയും സ്ത്രീകളിൽ 20-ൽ താഴെയും ആയിരിക്കണം. അണുബാധ, ജലദോഷം, അലർജി, വിളർച്ച, ഗർഭാവസ്ഥ, ഉയർന്ന പ്രായം തുടങ്ങിയ അവസ്ഥകളിൽ ESR വർദ്ധിച്ചു കാണിക്കാറുണ്ട്. ESRന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു കണ്ടാൽ ഗൗരവമുള്ള അണുബാധ, വാതരോഗം അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആമവാദം, ഹൃദ്രോഗം, വൃക്കരോഗം, തൈറോയിഡ് എന്നീ രോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ലിംഫോമ, മൾട്ടിപ്പിൾ മൈലോമ തുടങ്ങിയ ക്യാൻസർ രോഗങ്ങളിലും ESR കൂടുതലായിരിക്കും. വളരെയേറെ വർദ്ധിച്ച ESRനൊപ്പം C റിയാക്റ്റീവ് പ്രോട്ടീൻ അഥവാ CRP കൂടി വർദ്ധിച്ചു കണ്ടാൽ അണുബാധയോ വാതരോഗമോ ഉണ്ടോ എന്ന് നോക്കണം. ക്ഷയരോഗം ഉള്ളവരിലും ESR വളരെയേറെ വർദ്ധിച്ചു കാണാറുണ്ട്. ദീർഘകാലം നിലനിൽക്കുന്ന അധികം അപകടകാരികളല്ലാത്ത രോഗങ്ങളിലും ESRന്റെ അളവ് കൂടിയ അളവിൽ കാണിക്കുന്നുണ്ട്. ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ ചികിത്സയ്ക്കിടയിൽ ESR കുറയുന്നുണ്ടോ എന്ന് നോക്കി ചികിത്സയ്ക്ക് ഫലം കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. കൂടാതെ ESRന്റെ അളവ് കൂടുതലായി കണ്ടാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടി നോക്കുന്നത് നല്ലതാണ്. മിക്ക ആൾക്കാരിലും ESR വർദ്ധിക്കുമ്പോൾ സന്ധികൾക്ക് വേദനയും അനക്കാൻ പ്രയാസവുമാണ്. പലരും ESR പരിശോധിക്കുന്നത് തന്നെ ഈ ബുദ്ധിമുട്ട് കാരണമാണ്. കൂടാതെ തോളുകൾക്ക് വേദന, കഴുത്ത്, ഇടുപ്പ് എന്നിവിടങ്ങളിൽ വേദന, പനി, വയറിളക്കം എന്നീ ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. കരിച്ചതും പൊരിച്ചതും തണുത്തതുമായ ആഹാരം, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, മദ്യപാനം എന്നിവയുടെയൊക്കെ ഉപയോഗം ESR വർദ്ധിപ്പിക്കാൻ കാരണമാകാറുണ്ട്. നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് ESR കുറയ്ക്കാൻ നല്ലതാണ്. പ്രോട്ടീനും ഒമേഗ-3 ഫാറ്റി ആസിഡും അടങ്ങിയ മത്തി, അയല തുടങ്ങിയവയും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. മരുന്നുകൾ മാത്രം ഉപയോഗിച്ച് ESR കുറയ്ക്കാൻ ശ്രമിക്കാതെ ആഹാരത്തിൽ കൂടി ശ്രദ്ധിക്കുന്നതിനും രോഗകാരണങ്ങൾ ഒഴിവാക്കുന്നതിനും ശ്രമിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എല്ലാ വീഡിയോകളും ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.